وكان أويس القرني رضي الله عنه يقول ഉവൈസുൽ ഖർനി തങ്ങൾ പറയുന്നു ഇന്ന ഖിയാമൽ മുഅ്മിനി ബിൽ ഹഖ് ഹക്ക് കൊണ്ട് നിലനിന്നു പോരുന്ന ഒരു സത്യവിശ്വാസിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഹക്ക് കൊണ്ടാണല്ലോ. ഈ ഹക്ക് കൊണ്ട് മുഅ്മിന്റെ നിലനിൽപ്പ് ആണ്. അങ്ങനെ വരുമ്പോൾ ലം യദഉ ലഹു ഫി ദുനിയ സ്വദീഖൻ, അപ്പൊ ലം യദഉ ലഹു ഫി ദുനിയ സ്വദീഖൻ എന്നാണ്. ഹക്ക് കൊണ്ട് നിന്നു പോരുന്ന ഒരു മോമിനായ മനുഷ്യന് അവന് ദുനിയാവിൽ കൂട്ടുകാരനെ തേടാൻ കഴിയൂല, അത് കൂട്ടുകാരനെ തിണിക്കൂല. അങ്ങനെയാണ്. അപ്പൊ ഹക്ക് പറയുന്നൊരു മോമിനാണെങ്കിൽ ആ മോമിന് ദുനിയാവിൽ ഒരു സദീഖനെ കിട്ടാൻ കഴിയൂലാണ്. വമാ അമറ അഹദുൻ അന്നാസ ബിത്തഖ്വ അല്ലാഹ്, ഒരാളും ജനങ്ങളോട് തഖ്വ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. വനഹാഹും അനിൽ മുങ്കർ, ഒരാളും തെറ്റിനെ തൊട്ട് തടഞ്ഞിട്ടുമില്ല ജനങ്ങളെ. ഇല്ലാ റമൗഹു ബിൽ അദായിമി, എല്ലിന്റെ കഷ്ണെടുത്തങ്ങാണ്ട് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ എറിയും. നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ചീത്തയെ തൊട്ട് തടുത്താലോ ആക്ഷേപം കുറ്റം വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശതമു ഇർലഹു, അദ്ദേഹത്തിന്റെ അഭിമാനം പിച്ച് ചീന്തി ചീത്ത പറയല്, അത് അംഗീകരിക്കുവാനോ അതിനെ സ്വീകരിക്കുവാനോ തയ്യാറില്ലാതെ വിമർശനം കൊണ്ടുവരും. ഇതാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ. അപ്പൊ ഇത്തരം ആളുകൾക്ക് എവിടുന്ന് കൂട്ടുകാരെ കിട്ടും? ഉണ്ടാവില്ലല്ലോ. വഖദ് കാന കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം, ഖാസത്തും ബിമൻ യഅ്മുറു ബിൽ മഅറൂഫ് വയൻഹാ അനിൽ മുൻകർ, തെറ്റായ കാര്യത്തെ തടുക്കുകയും നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ആരോ അവർക്കാണ് ജന്നത്തുൽ ഫിർദൗസിൽ പോകാൻ കഴിയുക. ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഭവനമാണ് ജന്നത്തുൽ ഫിർദൗസ്. ചോദിക്കുമ്പോഴും ജന്നത്തുൽ ഫിർദൗസാണ് അവർ ചോദിക്കുന്നത്. ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ചൂടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം, തെറ്റായ കാര്യങ്ങൾ തടയണം. വക്കാന ഉഹൈബ് ബിൻ വർദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഈ ഖൗലിഹി തആല, പടച്ച റബ്ബിന്റെ വാക്കിൽ, വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു എന്ന് മറിയം സൂറത്തിൽ ഒരായത്ത് പറഞ്ഞു. അള്ളാഹു എന്നെ ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബർക്കത്തുള്ളതാക്കപ്പെട്ടു എന്ന് കാണാം. അങ്ങനെ ബർക്കത്താക്കപ്പെട്ടവനാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ഉഹൈബ് എന്നവർ പറയുന്നു, ഐ കാന യഅ്മുറുൽ മഅറൂഫ്, അദ്ദേഹം നല്ല കാര്യങ്ങളെ കൽപ്പിക്കുകയും വയൻഹാനിൽ മുങ്കർ, തെറ്റായ കാര്യത്തോട് തടുക്കുകയും ചെയ്യും. ഇതാണ് വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു എന്ന ആയത്തിന്റെ വ്യാഖ്യാനം. അപ്പൊ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും തെറ്റായ കാര്യങ്ങളെ കൊണ്ട് എന്താണെന്നറിയാമോ തടയുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർ ബർക്കത്തുള്ളവർ തന്നെയാണ്. അപ്പൊ ആ ബർക്കത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, മൻ സമിഅ അഹദൻ യഫ്അലു മുൻകറൻ, തെറ്റായ ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നു എന്ന് കേട്ടാൽ, വലം യൻഹഹു, അവനെ അതിനെ തൊട്ട് തടഞ്ഞതുമില്ല എങ്കിൽ, ജാഅ യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഈ തെറ്റായ കാര്യം കണ്ടിട്ട് തടയാത്തവൻ വരുന്നതാണ്. അസ്വമ്മ മഖത്തു അൽ ഉദ്നൈനി, രണ്ട് ചെവി അള്ളാഹു തആല നൽകിയതാൽ മുറിച്ചു കളി. അവിടെ ചെവി മുറിഞ്ഞിട്ട് പൊട്ടനാക്കിക്കൊണ്ട് അള്ളാഹു അവനെ നാളെ മഹ്ശറിൽ കൊണ്ടുവരും. നഊദു ബില്ലാഹ്. അപ്പൊ തെറ്റായ കാര്യം കണ്ടാൽ അത് തടുക്കാൻ നോക്കണം, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കാൻ നോക്കണം. തെറ്റായ കാര്യം കേട്ടിട്ട് കണ്ണി ചിമ്മി കേൾക്കാത്ത പോലെ പോയാൽ വൻ അപകടമാണ് നാളെ മഹ്ശറിൽ എന്ന് ഈ മൊഴി അറിയിക്കുന്നു. വകാന ജരീർ ബിൻ അബീദില്ലാഹി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് നോക്കൂ, മാമിൻ ഖൗമിൻ അഇസ്സാ അലന്നാസ്, ഒരു ജനങ്ങളും ഒരു സമുദായവും ജനങ്ങളെക്കാൾ യോഗ്യരായിട്ടില്ല. എന്നിട്ട് സുമ്മ ലം യുഗയ്യിറു, പിന്നീട് അവർ മാറ്റം വരുത്തിയില്ല. മുങ്കറൻ ഖദറു അലൈഹി, അവർക്ക് സാധിക്കുന്നതാണ് തടുക്കാൻ. അങ്ങനത്തെ സാധിക്കുന്ന ആളുകൾ തെറ്റ് കണ്ടിട്ട് ആ തെറ്റിനെ മാറ്റം വരുത്താതെ അംഗീകരിച്ചു നിന്നു. അങ്ങനെയുള്ളതായ ആളുകൾ ജനങ്ങളെക്കാൾ യോഗ്യന്മാരായിട്ടില്ല. ഇല്ലാതല്ലഹുമുല്ലാഹു അസ്സ വജല്ല, അള്ളാഹു അവരെ നിന്ദന്മാരാക്കിയിട്ടല്ലാതെയില്ല. എത്ര യോഗ്യന്മാരാണെങ്കിലും തെറ്റ് കണ്ടിട്ട് തടുക്കാതെ അത് അംഗീകരിച്ചു പോയാൽ
അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ല. ഈ യോഗ്യരായ ആളുകളെ അള്ളാഹു തആല നിന്ദിതരാക്കി വഷളയാക്കി വിടും എന്നാണ്. അപ്പൊ അതിന് ഏതുവാകും? എന്ത്? നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കാത്തതും തെറ്റായ കാര്യം തടുക്കാത്തതും. അപ്പൊ അത് ചെയ്യേണ്ടതാണ്. ഇനി നോക്കൂ മറ്റൊരു ഹദീസ്. വകാന അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖൂലു ല തഅ്മുറുന്ന ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹവുന്ന അനിൽ മുങ്കർ, തെറ്റായ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ തടുക്കുകയും വേണം. ഔ, അങ്ങനെ നിങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണമില്ല, തെറ്റായ കാര്യത്തെ തൊട്ട് നിങ്ങൾ തടുക്കുന്നില്ല എങ്കിൽ ലാ യുസല്ലിതന്നല്ലാഹു അലൈക്കും, നിങ്ങളെ മേൽ അല്ലാഹു തആല അധികാരം നടത്തും. സുൽത്താൻ ളാലിമൻ, അക്രമകാരിയായ, ഹൃദയാലിവില്ലാത്ത, പരാക്രമിയായ ഒരു ഭരണാധിപനെ നിങ്ങളെ മേൽ അള്ളാഹ് അധികാരം നടത്തിച്ചു. ലാ യജില്ലു കബീറക്കും, നിങ്ങൾ എത്ര ഉന്നതന്മാരാണെങ്കിലും ആ വലിയവരെ അവൻ ആദരിക്കൂല. വലാ യർഹമു സഗീറക്കും, നിങ്ങളെ മക്കള് ചെറിയ ചെറിയ ആൾക്കാരോട് കരുണ കാണിക്കണം, അതിവനുണ്ടാകൂല. വയദുഉ അലൈഹി ഖിയാറുക്കും, നിങ്ങളിൽ ഉന്നതന്മാരായ നല്ല മഹത്തുക്കളായ ആളുകൾ ഇത്തരം ഒരു ഭരണാധിക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഫലാ യുസ്തജാബു ലഹും, അതിനൊന്നും അള്ളാന്റെ ഭാഗത്തുനിന്ന് ഉത്തരം അവർക്ക് ലഭിക്കൂല. വയസ്തൻസുറൂന, നിങ്ങൾ സഹായം തേടും. ഫലാ തുൻസറൂന, നിങ്ങൾ സഹായം കിട്ടൂല. വയസ്തഗ്ഫിറൂന, നിങ്ങൾ മാപ്പിരക്കും. ഫലാ യുഗ്ഫർ ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെടുകയുമില്ല. വല്ലാത്തൊരു ദുരന്തം. ഈ ദുരന്തത്തിലാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര അർത്ഥവത്തായ ഒരു വാക്കാ നോക്കൂ. നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചാൽ, തെറ്റായ കാര്യങ്ങളോട് തടഞ്ഞാൽ ഒരു അപകടമില്ലായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. ഇന്ന് എന്താ അവസ്ഥ? പരാക്രമിയായ, അക്രമകാരികളായ ഭരണാധിപന്മാർ നാട് വാഴുന്നു. ഉന്നതന്മാരായ ആൾക്കാർക്ക് ആദരവില്ല, ചെറിയ ആൾക്കാരോട് കരുണയില്ല. എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് അവര്. അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം നമ്മളെല്ലാവരും ഖേദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, വേദനിച്ച്. ഉന്നതന്മാരായ ആൾക്കാർ പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹ് അവർക്ക് ഉത്തരം കൊടുക്കുന്നില്ല, സഹായം നൽകുന്നില്ല, മാപ്പ് കൊടുക്കുന്നില്ല, പുറത്തു കൊടുക്കുന്നില്ല. എന്താ കാരണം? നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക എന്നതും തെറ്റായ കാര്യത്തെ തടയുക എന്ന ഈ കാര്യം ഇവിടെ നിലച്ചുപോയി. അത് നിന്നപ്പോൾ ഈ വൻ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നഅൂദുബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. വകാന ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ദഖൽതു അലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നു. ഫറഅയ്തുഹു മഹ്മൂമൻ ഹസീനൻ, വളരെ ദുഃഖിതനായി മനപ്രയാസമുള്ളവനായിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മാ ഉഹിമ്മുക യാ അമീറൽ മുഅ്മിനീൻ, അല്ല അമീറുൽ മുഅ്മിനീനെ, താങ്കൾ എത്ര ഹമ്മിലാക്കിയ വസ്തു എന്താണ്? എനിക്ക് തിരിയുന്നില്ല, എന്റെ എത്ര വലിയ മൂടൗട്ടി എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖാബു അൻ അഖാബി മുൻകരിൻ, ഞാനൊരു തെറ്റായ കാര്യത്തിൽ എന്താണ് സംഭവിച്ചു പോകും, അങ്ങനെ ആ സംഭവിക്കലിനെ പേടിക്കുന്നു. വലാ യൻഹാനി അഹദും മിൻകും തഅലീമൻ ലി, ഉമറിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നാം വല്ല തെറ്റും ചെയ്താൽ ആ തെറ്റിനെ തൊട്ട് നിങ്ങളെ കൂട്ടുന്ന് എന്നെ ആരും തടുക്കൂല, ഞാൻ തെറ്റിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. ഈ ഒരു പേടി എനിക്ക് വല്ലാതെയുണ്ട്. അതിന്റെ പരിഹാരം എന്താവുന്നു? ഇത് ആലോചിച്ചുകൊണ്ടാണ് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത്. അല്ലേ? ഭരണാധിപന്മാരെ പേടിച്ചാൽ എന്തിനു പറയോ? ഓലങ്ങനെ ചെയ്യും, നമ്മൾ സഹിക്കും. അതല്ല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ എത്ര വലിയവനായാലും തെറ്റെനിക്ക് സംഭവിക്കും, അത് തിരുത്താനും തടയാനും ആരുണ്ടാവും, അതില്ലാത്തതാണ് എനിക്ക് പ്രയാസം എന്ന് പറഞ്ഞപ്പോ ഖാല ഹുദൈഫത്തു, അപ്പോഴാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ റഅയ്നാക ഖറജ്ത അനിൽ ഹഖി ലനഹൈനാക, നിങ്ങൾ സത്യത്തെയും വിട്ട് പുറത്തു പോകുന്നു ഞങ്ങൾ കണ്ടാൽ നിങ്ങളെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും, അനുവദിച്ചു തരൂല. ഫഇല്ലം തന്തഹി, ഞങ്ങൾ തടഞ്ഞിട്ടും നിങ്ങൾ സ്വീകരിക്കാതെ അതിന്ന് അതിന്ന് നിങ്ങൾ മടങ്ങാതെ അത് സ്വീകരിക്കാതിരുന്നാൽ റബ്ബിനാക ബിസൈഫ്, ഇതാ ഈ വാള് കൊണ്ട് നിങ്ങളെ വെട്ടിക്കളയുന്നവർ. ഇത് പറഞ്ഞപ്പോൾ ഒരു രാജാവിന്റെ മുന്നിൽ, ഒരു ഭരണാധിപന്റെ മുന്നിൽ കേട്ടാൽ പേടിച്ചു പോകുന്ന
എല്ലാവരും വിറച്ചു പോന്നു മഹാൻ. ആ മഹാന്റെ മുന്നിൽ നിന്നൊരു വാക്ക് പറഞ്ഞപ്പോ എന്തായിരിക്കും സംഭവം? ഇന്നത്തെ രാജാക്കന്മാരവൻ ആരെങ്കിലും പറയോ? പറഞ്ഞ അവന് പണിയായി. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, മഹാനായ ഹുദൈഫ തങ്ങൾ പറയാണ്, ഫറഹ ഉമർ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് സന്തോഷിച്ചു. വഖാല, സന്തോഷം കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല അസ്ഹാബൻ യുഖവ്വിമൂനി ഇദാ വജജ്തു. ഞാൻ ഹക്കിനെയും വിട്ട് വളഞ്ഞു തിരിഞ്ഞു പോയാൽ എന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന കൂട്ടുകാരെ അള്ളാഹു എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. ഇതായിരിക്കും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം. വഖദ് ഔഹല്ലാഹു തആല ഇലാ യൂശ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. യൂശ എന്നവരിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു, ഇന്നി മുഹിരിക്കും മിൻ ഖൗമിക 40 അൽഫൻ മിൻ ഖിയാരിഹ വ 60 അൽഫൻ മിൻ ശിറാരിഹിം എന്നാണ്. യൂശയെ, നിങ്ങളെ ജനതയിൽ ഒരു ഉന്നതരായ 40,000 ആളുകളുണ്ട്, ഓരെ നശിപ്പിക്കും. നാശകാരികളായ ആൾക്കാർ ഒരു 60,000, ഇത്രയും നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ കാല അപ്പൊ യൂശ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബി, എന്റെ റബ്ബേ, ഹാഉലാഇൽ അസ്റാർ, ഈ നാശകാരുടെ കാര്യം സംശയമല്ല, ആൾക്കട്ടെ. ഇപ്പൊ ബാലഖിയാർ, എന്തിയപ്പോ നല്ല ആൾക്കാരെ അങ്ങനെ നശിപ്പിക്കണ്? വഖാല, അപ്പൊ അള്ള പറഞ്ഞു, ലി അന്നഹും, നിശ്ചയമായിട്ടും നല്ല ആളുകള്, ലം യഗ്ളബു ലി ഗളബി, എനിക്ക് ദേഷ്യം വന്നു, എന്റെ ദേഷ്യത്തിന് വേണ്ടി അവർ ദേഷ്യം വെച്ചില്ല. വവാക്കലൂഹും വശാറബൂഹും, തിന്മ ചെയ്ത ആൾക്കാരെ കൂടെ ഭക്ഷിക്കുകയും അവരെ കൂടെ കുടിക്കുകയും ചെയ്തു, അവർക്ക് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ദേഷ്യമാണ് അവരെ. ആ ഒരു കാര്യം ഓർത്ത് ഈ നല്ല ആൾക്കാർ എനിക്ക് വേണ്ടി ദേഷ്യം വെച്ചില്ല. അപ്പൊ ഇവിടെ അംറു ബിൽ മഅറൂഫ് വനഹ്യൽ മുൻകർ നടന്നില്ല. അതുകൊണ്ട് നല്ല ആൾക്കാരെയും അല്ലാത്തവരൊക്കെ നാശമാക്കാൻ പോവുകയാണ് എന്ന് വഹി യൂസ നബി അലൈഹി സ്വലാമിനൊക്കെ അല്ലാഹു തആല നൽകി. ഇന്നിപ്പോ നബി ഇല്ലല്ലോ നമുക്ക് വഹി നൽകാന്, പക്ഷെ രേഖകളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഈ ചരിത്രം ഉൾക്കൊണ്ടുകൂടി നമ്മൾ ജീവിക്കേണ്ടവരാണ്. വക്കാന അബൂ ഉമാമ, അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു യഖൂൽ പറയുന്നു, യുഹ്ശറു നാസും മിൻ ആദിഹിൽ ഉമ്മത്തി, മുത്തുനബി തങ്ങളുടെ സമുദായത്തിൽ നിന്ന് കുറച്ച് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. അലാ സൂറത്തിൽ ഖിറദത്തി വൽ ഖനാസീരി, പന്നിയുടെയും കുരങ്ങിന്റെ രൂപം നാളെ മഹ്ശറിലുണ്ടാവും, ദുനിയാവിലല്ല. അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്തു കാരണം കൊണ്ട്? ബി മുലാസഖത്തിയും ലി അഹ്ലിൽ മആസ്, തെറ്റുകാരായ ആൾക്കാരെ കൂടെ കൂടി അവരുമായി കൂടെ ഇരുന്ന് അവര് കൂടി ഇണങ്ങിച്ചേർന്നു. ഓ തെറുക്കിയും നഹിയഹും, അവരെ തടഞ്ഞില്ല, ആ തടയൽ ഒഴിവാക്കി. ഒഹും ഖുദുറൂന അലൈഹി, തെറ്റ് തടുക്കാൻ അവർക്ക് കഴിവുണ്ട്, എന്നിരിക്കെ തെറ്റ് തടയാതെ തെറ്റുകാരെ കൂടെ കൂടി രസിച്ച് കളിച്ച് നടന്നു. അതുകൊണ്ട് ഇത് അംഗീകരിച്ച ആൾക്കാർ നാളെ മഹ്ശറിൽ പന്നിയുടെയും കുരങ്ങൻ രൂപത്തിൽ വരുമെന്നാണ് അബൂ ഉമാമ തങ്ങൾ പറഞ്ഞു. നഊദു ബില്ലാഹ്, പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.